ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ചു തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുൻപന്മാരിൽ പലരും പിൻപന്മാരും പിൻപന്മാരിൽ പലരും മുൻപന്മാരും ആകും. നമ്മുടെ കർത്താവായ ഈശംസിഹായ്ക്കും സ്തുതി. ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷ പ്രതിഫലനം മുകളിലെ സുവിശേഷ വിവരണം ത്യാഗത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും യേശുവിനെ അനുഗമിക്കുന്നതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും ആഴത്തിൽ സംസാരിക്കുന്നു. ഈ തിരുവെഴുത്തിലെ യേശുവിൻ്റെ വാക്കുകൾ ശിഷ്യത്വത്തിൻ്റെ പാത തിരഞ്ഞെടുക്കുന്നവർക്ക് ആഴത്തിലുള്ള വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകുന്നു. മേൽപ്പറഞ്ഞ വാക്യങ്ങൾ ദൈവത്തിൻ്റെ അതിരുകളില്ലാത്ത ഔദാര്യത്തിൻ്റെയും ആത്മീയ പ്രതിബദ്ധതയുടെയും അളവറ്റ മൂല്യത്തിൻ്റെയും തെളിവാണ്. ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ഭൗമിക ജീവിതത്തിൽ നാം ചെയ്യുന്ന ത്യാഗങ്ങൾ വെറുതെയല്ലെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വാസ്തവത്തിൽ അവർ കാണുകയും അംഗീകരിക്കുകയും പ്രതിഫലം നൽകുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നതിലും അപ്പുറമാണ്. ശിഷ്യന്മാരെ പ്രതിനിധീകരിച്ച് വിശുദ്ധ പത്രോസ് നമ്മിൽ പലരും പങ്കുവച്ചേക്കാവുന്ന ഒരു ഉത്കണ്ഠ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ത്യാഗങ്ങളിൽ നിന്നും സമർപ്പണത്തിൽ നിന്നും നമുക്ക് എന്തു ലഭിക്കും? യേശുവിൻ്റെ പ്രതികരണം ആശ്വാസകരവും വെല്ലുവിളി നിറഞ്ഞതുമാണ്. നമ്മുടെ ത്യാഗങ്ങൾ വരാനിരിക്കുന്ന ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ വർത്തമാന ജീവിതത്തിലും നാം ഉപേക്ഷിച്ചതിനേക്കാൾ വളരെ വലിയ വരുമാനം നൽകുമെന്ന് അവൻ ഉറപ്പു നൽകുന്നു. ഈ വാഗ്ദാനം ബഹുമുഖമാണ്. അത് ഭൗതികവും ബന്ധപരവുമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീയ പൂർത്തീകരണവും ആഴത്തിലുള്ള ലക്ഷ്യബോധവും ഉൾക്കൊള്ളുന്നു. അതിലുപരി പീഡനങ്ങളെക്കുറിച്ചുള്ള യേശുവിൻ്റെ പരാമർശം ശിഷ്യത്വത്തിൻ്റെ പാത പരീക്ഷണങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും മുക്തമല്ലെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. എന്നിരുന്നാലും ഈ പ്രയാസങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയും ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു യാത്രയുടെ ഭാഗമാണ്. 100 ഇരട്ടി തിരിച്ചുവരവിൻ്റെ വാഗ്ദാനത്തിൽ ഈ പരീക്ഷണങ്ങൾ ഉൾപ്പെടുന്നു. നമ്മുടെ യാത്രയുടെ എല്ലാ വശങ്ങളും സന്തോഷകരവും വെല്ലുവിളി നിറഞ്ഞതും നമ്മുടെ ജീവിതത്തിനായുള്ള ദൈവത്തിൻ്റെ മഹത്തായ രൂപകൽപ്പന നെയ്തെടുത്തതാണെന്ന് ഊന്നി പറയുന്നു. അവസാനമായി ആദ്യത്തേത് അവസാനത്തേതും കുറിച്ചുള്ള യേശുവിൻ്റെ വാക്കുകൾ വിജയത്തെയും പദവിയെയും കുറിച്ചുള്ള നമ്മുടെ ലൗകിക ധാരണകളെ വെല്ലുവിളിക്കുന്നു. ദൈവരാജ്യത്തിൽ വിനയം, നിസ്വാർത്ഥത, സേവനം എന്നിവയാൽ യഥാർത്ഥ മഹത്വം അളക്കപ്പെടുന്നു. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിസ്സാരന്മാരായി തോന്നുന്നവർ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വളരെ ബഹുമാനിക്കപ്പെടുന്നു. ഈ വീക്ഷണം വിനയത്തോടെ ജീവിക്കുവാനും കാലികമായതിനേക്കാൾ ശാശ്വതമായതിനെ വിലമതിക്കാനും നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, ഇന്നത്തെ വായന ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കാനും നമ്മുടെ വിശ്വാസത്തിനു വേണ്ടി നാം ചെയ്യുന്ന ത്യാഗങ്ങൾ സ്വീകരിക്കാനും യഥാർത്ഥ പ്രതിഫലങ്ങൾ നിലവിലുള്ളതും ശാശ്വതവുമാണെന്ന് മനസ്സിലാക്കാനും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഭൗമിക സ്വത്തുക്കളേക്കാൾ ആത്മീയ സമ്പത്തിനെ വിലമതിക്കുന്ന ഒരു കാഴ്ചപ്പാടോടെ ജീവിക്കാനും ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹങ്ങളുടെ ഉറപ്പിൽ പ്രത്യാശയും ശക്തിയും കണ്ടെത്താനും അത് നമ്മെ വിളിക്കുന്നു. ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ,
അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നാം അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും ഉണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും കർത്താവിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുന്നത് തുടരാം. നമ്മോടുകൂടെ ഉണ്ടായിരിക്കാനും നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനും ദൈവം തന്നെ തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ കർത്താവും രക്ഷകനുമായി നമ്മെ അയച്ചിരിക്കുന്നുവെന്ന് നാം എല്ലാവരും ഓർക്കുക. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വേദനാജനകവുമായ മരണം അവൻ അനുഭവിച്ചു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാനും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നാം വഹിക്കുന്ന കുരിശുകൾക്കൊപ്പം അവൻ്റെ കുരിശും വഹിക്കാനും നമുക്ക് വേണ്ടി നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും പാപത്തിനു വേണ്ടിയും മരണത്തിൻ്റെയും ശക്തിയിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടി അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും നമുക്കെല്ലാവർക്കും നന്ദിയും വിലമതിപ്പും ഉണ്ടായിരിക്കണം. നമുക്ക് ഓരോരുത്തർക്കും സഹിക്കേണ്ടി വരുന്ന ഈ വിവിധ കഷ്ടപ്പാടുകളും ഭാരങ്ങളും സഹിക്കാൻ പരസ്പരം സഹായിക്കുന്നതിൽ നമുക്കെല്ലാവർക്കും ഉദാരമതികളാകാം. നമ്മുടെ എല്ലാ പ്രയത്നങ്ങളിലും പ്രവർത്തനങ്ങളിലും നമ്മുടെ യാത്രകളിലും പ്രവൃത്തികളിലും അവൻ്റെ മഹത്വത്തിനും അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഏറ്റവും സ്നേഹനിധിയായ ദൈവവും യജമാനനുമായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നല്ലവരും യോഗ്യരുമായ മാതൃകകളായി തുടരാനും എല്ലാ ആളുകൾക്കും ദൈവത്തിൻ്റെ വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും സദ്വാർത്തയുടെയും യോഗ്യമായ ദീപസ്തംഭങ്ങളാകാൻ അവൻ നമ്മെ എല്ലാവരെയും ശക്തിപ്പെടുത്തുന്നത് തുടരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്കും സ്തുതി.